അപ്പോൾ ഗൈസ് നമ്മൾ കുറച്ച് ദിവസമായി വയനാട്ടിലേക്ക് പോകാൻ പ്ലാൻ ആക്കണം. ഇന്ന് പോവാണ്. റിമി ഉണ്ട്, റിമി ഞാനാണ് പോണത്. അപ്പോൾ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്, എല്ലാവരും കാണാമല്ലോ. അപ്പോൾ പോയിട്ട് വരാം. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. ഇരിക്കുകയാണ്, ബസ് എടുത്തിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ആക്കാണ് ബസ് എടുക്കാൻ വേണ്ടി. അതുവരെ നമ്മൾ നല്ല ചൂടാണ്, എ സിയിലിരിക്കാൻ വിചാരിച്ചു. എന്ത് സ്റ്റാൻഡ് അത് ഉണ്ടാക്കിയിരിക്കണം അറിയില്ല. KSRTC സ്റ്റാൻഡ് ചൂടെടുത്തിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇതിനുള്ളിൽ എ സിയിലുള്ളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. വേണം ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗാണ്. നാടൊന്നുമില്ല, എന്നാലും ശരിക്കും നമ്മൾ ഒരു നാട്ടിലേക്ക് പോയാൽ, ഒരു ചൂരൽമല മുണ്ടക്കൈക്ക് പോയാൽ എല്ലാവരും രാവിലെ മുതൽ ഇറങ്ങിയാൽ നടക്കാൻ വൈകുന്നേരം ആകുന്നതിന് വീട്ടിലെത്തും. എല്ലാവരും കാണാം, കുടുംബക്കാരുള്ള പരമൂത്താപ്പാരെ എല്ലാവരും കണ്ടിട്ട് വരാം. പക്ഷേ ഇപ്പോൾ എല്ലാവരും വേറെ വേറെ സ്ഥലത്താണ്, വേറെ വണ്ടി വിളിച്ചിട്ട് വേറെ സ്ഥലത്തേക്ക് പോകണം, വേറെ ബസ്സിൽ. അപ്പോൾ എല്ലാവരും നാല് ആൾക്കാർ 4 ഭാഗത്ത് അങ്ങനെ പറയില്ലേ, അതേപോലെ ആയിട്ട് എന്താ ചെയ്യുക. നമ്മൾ അപ്പുറത്തെ സീറ്റിലായിരുന്നു, അപ്പോൾ കണ്ടിട്ടില്ല. അവള് മുന്നിലായിരുന്നു. നമ്മളെത്തി കൽപ്പറ്റെത്തിക്കണേ. ഷനാസ് കൂട്ടാൻ വരുന്നുണ്ട്, അപ്പോൾ വെയിറ്റ് ആക്കണം അല്ലേ. ഓക്കെ, പോയി വരാം. അവകാശത്തോട് പോകുന്ന ഷാനവാസ് നിങ്ങൾ കണ്ടോളി കണ്ണാടി കൂടെ. അതാണ് ഷാനവാസ്. ഞാനിപ്പോ എവിടെ പോയാലും മടിയിലാണ്. ഇത് എന്റെ ഉമ്മയാണ്. നമ്മള് സാധനങ്ങൾ വാങ്ങാൻ വന്നതാണ്, കുറച്ച് ബാക്ക് ഐറ്റംസ്. അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ പോവാണ്. മഴയാണ്, വേറെ സ്ഥലത്തേക്ക് പോവാണ്, വേറെ മൂത്തമ്മാൻ്റെ അടുത്തേക്ക് പോവാണ്. നല്ല മഴയാണ്, അടിപൊളി ക്ലൈമറ്റ് ആണ് ഗൈസ്. ഓക്കെ, ഇനി പോയിട്ട് വരാം. അപ്പോൾ ഗൈസ് വണ്ടി തിരിച്ചാണ്. നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ചായയൊക്കെ കുടിച്ച്, ഫുഡൊക്കെ കഴിച്ച് ഇവിടെ കുറച്ച് റെസ്റ്റ് എടുത്ത് ചായയൊക്കെ കുടിച്ച് നമ്മൾ ചൂടോടെ നല്ല ഉള്ളിവട പഴംപൊരിയൊക്കെ കഴിച്ച് വേറെ മൂത്തമ്മാൻ്റെ അടുത്ത് പോവാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഉരുള് പൊട്ടിയതിന് ശേഷം ഇങ്ങനെയാണ്, കുറേ അങ്ങനെ മാറി പോകണം. എല്ലാവരും ഉണ്ട്. എന്താ അതെ വണ്ടിയിൽ കൊള്ളാതായില്ലേ പണിയിട്ട് ചാവടിക്കാൻ പോയതാ. അപ്പോൾ ഗൈസ് ദാറ്റ്സ് ഫോർ ടുഡേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ